പ്രഗ്നൻസിയുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 4, 5, 6 മാസങ്ങളിൽ അമ്മയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിന്റെ സൈസ്, എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 13ാമത്തെ ആഴ്ച മുതൽ 26ാമത്തെ ആഴ്ച വരെയാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്ന ഛർദിൽ, ഓർക്കാനം, ക്ഷീണം ഒക്കെ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും കുറഞ്ഞു വരും. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് ഈ ടൈമിൽ വോമിറ്റിങ്ങും ക്ഷീണവും ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ അമ്മയുടെ വെയിറ്റ് കൂടി വരുന്നതായിട്ട് കാണാം. വോമിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അമ്മയ്ക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ട്രൈമസ്റ്ററിന്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും അമ്മയുടെ വയറ് ചെറുതായിട്ട് കണ്ടു തുടങ്ങും. അതുപോലെ അമ്മയുടെ ബ്രസ്റ്റിന്റെ സൈസ് വലുതായിരിക്കും. അതുപോലെ യൂട്രസിന്റെ സൈസ് വലുതായത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം യൂട്രസ് ബ്ലാഡറിന് പ്രഷർ കൊടുക്കുന്നത് കാരണമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ ധാരാളം ഇലക്കറികളും ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ വെള്ളമൊക്കെ ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചില ആളുകൾക്ക് നെഞ്ചെരിച്ചിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇളനീർ വെള്ളം, മോരും വെള്ളവും ഒക്കെ നെഞ്ചെരിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. യൂട്രസ് വലുതാകുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് ബാക്ക് പെയിൻ കൂടുതലായിരിക്കും. അതുപോലെ സൈഡിൽ ഉണ്ടാകുന്ന വേദന, ഇടയ്ക്കിടയ്ക്ക് കൊളുത്തിപ്പിടുത്തം ഒക്കെ കൂടുതലായിരിക്കും. ഇത് നോർമലാണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പില്ലോ പുറകിൽ വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു ട്രൈമസ്റ്ററിന്റെ അവസാനമാകുമ്പോൾ ചില ആളുകൾക്ക് മസിൽ കൊച്ചിപ്പിടുത്തം ഉണ്ടാകാറുണ്ട്, അതായത് മസിൽ ക്രാംസ്. അതുപോലെ ചിലർക്ക് വയറ് ടൈറ്റ് ആയിട്ട് വലിഞ്ഞു മുറുകി കൺട്രാക്ഷൻ പോലെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നോർമൽ ആകാറുണ്ട്. അതുപോലെ തന്നെ തിന്നായിട്ടുള്ള മിൽക്കി വൈറ്റ് ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ അവസാനമാകുമ്പോഴേക്കും നമ്മുടെ പൊക്കിൾ ചെറുതായിട്ട് പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടാവും. കാരണം നമ്മുടെ വയറ് വലുതാകുന്നത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ സ്ട്രെച്ച് മാർക്സും കാണപ്പെടാറുണ്ട്. ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഷനും ഓയിലും ഒക്കെ തേക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ കിടക്കേണ്ട പൊസിഷനിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി കുഞ്ഞിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ഈ ഒരു മാസങ്ങളിൽ പെട്ടെന്നായിരിക്കും നടക്കുക. ഇന്റേണൽ ഓർഗൻസ് ഡെവലപ്ഡ് ആയിരിക്കും. കുഞ്ഞിന്റെ കണ്ണ്, മൂക്ക്, പിരികം, അതുപോലെ ചെറിയ രീതിയിലുള്ള ഹെയർ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. 21st വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് വിരല് സക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കും. 5th മന്തിലൊക്കെ കുഞ്ഞിന്റെ ഐസ് ക്ലോസ്ഡ് ആയിരിക്കും. എന്നാൽ ഈ ട്രൈമസ്റ്ററിന്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും കുഞ്ഞിന്റെ ഐസ് ഓപ്പൺ ആയിട്ടുണ്ടാവും. 18 to 22 വീക്സിൽ കുഞ്ഞ് ചെറുതായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒക്കെ അറിയാൻ പറ്റുക. എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ മിക്ക ആളുകൾക്കും പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് അറിയാൻ പറ്റും. അതുപോലെ കുഞ്ഞ് ഒരു 18 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് സൗണ്ട് കേൾക്കാനൊക്കെ തുടങ്ങും. 25 വീക്സ് ആകുമ്പോൾ കുഞ്ഞിന് സൗണ്ടിനോട് റെസ്പോൺസ് ചെയ്തു തുടങ്ങും. സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ അവസാനമാകുമ്പോഴേക്കും കുഞ്ഞിന്റെ വളർച്ച 13 മുതൽ 16 ഇഞ്ച് വരെ എത്തിയിട്ടുണ്ടാവും. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യുമെന്ന് നോക്കാം. യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നത് 24 to 27 ആഴ്ചയുടെ ഉള്ളിലാണ്. അതുപോലെ 5ാമത്തെ മാസത്തിൽ 18 ആഴ്ചയുടെയും 21 ആഴ്ചയുടെയും ഉള്ളിൽ അനോമലി സ്കാനിങ് ചെയ്യാറുണ്ട്. കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത്. ഈ സ്കാനിങ്ങിൽ നമുക്ക് കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും കാണാൻ പറ്റുന്നതാണ്. കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഈ സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, അതായത് ബ്ലീഡിംഗ് ഇല്ലാത്തവര്, ഷോർട്ട് സർവിക്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു മാസത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് പ്രശ്നമില്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അയൺ, കാൽഷ്യം ടാബ്ലറ്റുകൾ കഴിക്കാൻ പറയാറുണ്ട്. ഇനി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്കറികള്, പച്ചക്കറികള്, ഫ്രൂട്ട്സ്, ഒരു ഗ്ലാസ് പാല്, മുട്ട, ഈത്തപ്പഴം ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നട്ട്സ് ഒക്കെ കഴിക്കുക. കാൽഷ്യം, പ്രോട്ടീൻ, ഫൈബേഴ്സ്, അയൺ, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതോടൊപ്പം നമുക്ക് നൽകിയിട്ടുള്ള വൈറ്റമിൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു ട്രൈമസ്റ്റർ മുതൽ മധുരത്തിന്റെ ഉപയോഗവും ഉപ്പിന്റെ ഉപയോഗവും ഒക്കെ കുറയ്ക്കുക. ഹൈ മെർക്കുറി അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്നത് ഒഴിവാക്കുക. ദിവസവും 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യുന്നത് കൊണ്ടും സ്റ്റെപ്പ് കയറുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഭാരപ്പെട്ട ജോലികൾ ചെയ്യാതിരിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.